നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകരയിലെ അടച്ചിട്ട വീട്ടിലെ മോഷണം. ആകെ നഷ്ടപ്പെട്ടത് 8 പവൻ. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെയും കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ രോഗി ബന്ധു സംഗമം നടത്തി. പൗർണമിരാവിൽ ആറാട്ടുപുഴയിലെ മന്ദാരം കടവിൽ നിലാവൊലി സംഗീത നിശ നടന്നു. അതിരപ്പിള്ളി കല്ലാല എസ്റ്റേറ്റ് ഡിവിഷനിൽ കാട്ടാന ആക്രമണം. മുരിയാട് ഗ്രാമപഞ്ചായത്ത് 3ാം 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഹരിതാശ്രീ കോൾപ്പടവിലെ പമ്പ് ഹൗസും മോട്ടോറും നാടിന് സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. കൊടകരയിലെ അടച്ചിട്ട വീട്ടിലെ മോഷണം. ആകെ നഷ്ടപ്പെട്ടത് 8 പവൻ. 53 പവൻ മോഷണം പോയെന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഫെബ്രുവരി 10-ാം തീയതി രാത്രി മോഷ്ടാക്കൾ കൊടകര പെരിങ്ങാംകുളത്തുള്ള കൈപ്പിള്ളി രാധാകൃഷ്ണന്റെ അടഞ്ഞുകിടക്കുന്ന വീടിന്റെ കിടപ്പുമുറിയുടെ ജനലിന്റെ ഗ്രിൽ പൊളിച്ച് അകത്തു കടന്നാണ് മോഷണം നടത്തിയത്. വീട്ടുപറമ്പിൽ ജോലിക്കെത്തുന്ന സ്ത്രീയാണ് വീടിന്റെ ജനലിന്റെ ഗ്രിൽ അറുത്തുമാറ്റിയ നിലയിൽ കണ്ടെത്തിയത്. വിനോദയാത്രയിലായ രാധാകൃഷ്ണന്റെ കുടുംബത്തോടും പാലക്കാടുള്ള രാധാകൃഷ്ണന്റെ മരുമകളോടും അന്വേഷിച്ചപ്പോൾ 53 പവൻ നഷ്ടപ്പെട്ടതായി പോലീസിനെ അറിയിച്ചിരുന്നു. ഇതനുസരിച്ചായിരുന്നു പോലീസ് കേസെടുത്തത്. വിനോദയാത്ര കഴിഞ്ഞെത്തിയ രാധാകൃഷ്ണനും കുടുംബവും വീട്ടിൽ തിരിച്ചെത്തി നടത്തിയ പരിശോധനയിൽ മരുമകൾ ഉപയോഗിച്ചിരുന്ന 8 പവൻ മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് അറിയാൻ കഴിഞ്ഞു. പ്രതികളെ പിടികൂടുന്നതിനുള്ള ശ്രമം ഊർജിതമാക്കിയതായി കൊടകര SHO PK ദാസ് അറിയിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെയും കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത രോഗികളുടെ സംഗമം നടത്തി. കൊടകര കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ സംഗമം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയാനന്ദൻ CV പാലിയേറ്റീവ് ദിന സന്ദേശവും റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംഗീത ആൽബങ്ങളിലൂടെയും ശ്രദ്ധ നേടിയ അനൂപ് കൊടകര മുഖ്യാതിഥിയായിരുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടെസ്സി ഫ്രാൻസിസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ, കൊടകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, കൊടകര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, പഞ്ചായത്ത് അംഗങ്ങളായ CB CD, പ്രനില ഗിരീശൻ, TV പ്രജിത്ത്, TK പത്മനാഭൻ, സെക്രട്ടറി ബിന്ദു G നായർ, ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആഗ്നസ് ക്ലിറ്റസ്, ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുനില S എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ആ സമയത്ത് ഈ പ്രോജക്റ്റ് നമ്മൾ സർക്കാരിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചു. ആദ്യത്തെ ഘട്ടം തന്നെ പ്രോജക്റ്റിനോട് വലിയ എതിർപ്പാണ് ആരോഗ്യ പ്രവർത്തനങ്ങളുണ്ടായി. കാരണം വാഹനം പിടിച്ചുകൊണ്ട് ഒരു രോഗികളുടെ വീടുകളിലേക്ക് പോവുക, ശുശ്രൂഷിക്കുക എന്ന പറയുന്ന ആശയത്തോട് വലിയ വിമുഖത അന്ന് കാലത്തുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങളുടെ തന്നെ വീട്ടിലെ ഒരു വാഹനം ഏർപ്പാടാക്കി ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് അതിൽ കയറ്റി രോഗികളെ സന്ദർശിക്കാൻ ചെന്നു. അതിന്റെ പണ്ടൊക്കെ പാസ്സാവാൻ ഒരുപാട്. അതിരപ്പിള്ളിയിൽ കുട്ടിയാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. അതിരപ്പിള്ളിയിൽ കുട്ടിയാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കാലടി പ്ലാന്റേഷൻ അതിരപ്പിള്ളി എസ്റ്റേറ്റിലെ 15ാം ബ്ലോക്കിലെ എണ്ണപ്പനത്തോട്ടത്തിലാണ് കുട്ടിയാനയുടെ ജഡം കണ്ടെത്തിയത്. മസ്തകത്തിൽ മുറിവേറ്റ നിലയിലാണ്. രാവിലെ തോട്ടത്തിലെത്തിയ തോട്ടം തൊഴിലാളികളാണ് ആനയുടെ ജഡം കണ്ടെത്തിയത്. ഉടനെ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. ഏകദേശം 1 വയസ്സോളം പ്രായമുണ്ട്. ആനയുടെ മസ്തകത്തിലും ശരീരഭാഗങ്ങളിലും മുറിവുള്ളതിനാൽ വന്യമൃഗാക്രമണത്തിൽ കൊല്ലപ്പെട്ടതാവാനാണ് സാധ്യതയെന്നാണ് പ്രാഥമിക വിവരം. സമീപത്ത് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചതിനാൽ കൂടുതൽ പരിശോധന നടത്താനായിട്ടില്ല. പൗർണമിരാവിൽ ആറാട്ടുപുഴയിലെ മന്ദാരം കടവിൽ നിലാവൊലി സംഗീത നിശ നടന്നു.
പൗർണമി രാവിൽ ആറാട്ടുപുഴയിലെ മന്ദാരം കടവിൽ നിലാവൊലി സംഗീത നിശ നടന്നു. ഫെബ്രുവരി 12 ബുധനാഴ്ച രാത്രി 8-നായിരുന്നു ആദ്യ പരിപാടി. നിലാവും പുഴയും മേമ്പൊടിയായി സംഗീതവും എന്നതാണ് പരിപാടിയുടെ പേര്. വലിയ വഞ്ചിയായിരുന്നു വേദി. വേദിയും വെളിച്ചവും പൂർണ്ണമായും പ്രകൃതിദത്തമായിരുന്നു. പുഴയുടെ മർമ്മരങ്ങൾക്ക് പിന്നണിയായി സംഗീതവും ഉണ്ടായിരുന്നു. പുഴയ്ക്കും നിലാവിനുമൊപ്പം രഘുനാഥൻ, സാവിത്രി, വെള്ളാറ്റഞ്ഞൂർ ശ്രീജിത്ത് എന്നിവരായിരുന്നു സംഗീതമൊരുക്കിയത്. ശബ്ദത്തിന്റെയും വെളിച്ചത്തിന്റെയും അതിപ്രസരമില്ലാതെ പൗർണമി രാവുകളിൽ ആറാട്ടുപുഴയുടെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ അരങ്ങൊരുക്കുക എന്ന ലക്ഷ്യവുമായി ആറാട്ടുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കലാപ്രവാഹിനിയാണ് നിലാവൊലി സംഗീത നിശ സംഘടിപ്പിച്ചത്. പ്രമുഖ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ആദരവൊരുക്കി കൊരട്ടിയിലെ പാഥേയം. ആദരവ് സമ്മേളനം ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി നഗരസഭയുടെ പുതിയ ചെയർമാനായി സ്ഥാനമേറ്റ ഷിബു വാലപ്പനെ കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജുവും പാഥേയത്തിന്റെ പ്രതിനിധികളായ KC ഷൈജു, സുന്ദരൻ പനങ്കൂട്ടത്തിൽ എന്നിവർ ചേർന്ന് ആദരിച്ചു. ദേശീയ തലത്തിൽ മികച്ച അധ്യാപകനായി തെരഞ്ഞെടുത്ത ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ പ്രിൻസിപ്പാൾ PG ദിലീപ്, അഡ്വക്കേറ്റുമാരായി ചുമതലയേറ്റ കെയർ കേരള ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, അഡ്വക്കേറ്റ് ഷിജു പ്ലാക്കൽ, വിദ്യാലയങ്ങളായ ചാലക്കുടി SH ഹയർ സെക്കൻഡറി സ്കൂൾ, SH ഹൈസ്കൂൾ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. കൊരട്ടി പള്ളി സഹവികാരി ഫാദർ അമൽ ഓടനാട്, KN വേണു, ജോസഫ് വർഗീസ്, മനോജ് ജോസഫ്, സജി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ പാഥേയം ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിനും അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലും ജില്ലയിൽ എന്ന പോലെ തന്നെ മറ്റു ജില്ലകളിലേക്ക് ഒരു മാതൃകയായിക്കൊണ്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കൊരട്ടിയിൽ വരുന്നവരെ സംബന്ധിച്ച് ഒരിക്കലും ഒരു ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ട് നേരിടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോവിഡ് കാലത്ത് നമ്മുടെ ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന ഡ്രൈവേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മൾ അന്ന് ഈ പദ്ധതി തുടക്കം കൊടുത്തത്. പിന്നീട് ഇത് വളർന്നു വലുതായി ഇവിടെ ഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഭക്ഷണം ഇവിടെ കൊടുത്തു തുടങ്ങിയതിന് ശേഷം ഇന്നേ വരേക്കും നമുക്ക് ഒരു ദിവസം പോലും ഇത് മുടങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മുരിയാട് ഗ്രാമപഞ്ചായത്ത് 3ാം 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഹരിതശ്രീ കോൾപ്പടവിലെ പമ്പ് ഹൗസും മോട്ടോറും നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപയും മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ 6 ലക്ഷം രൂപയും കർഷക സംഘത്തിന്റെ ഗുണഭോക്തൃ വിഹിതവും ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. മുരിയാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് അംഗവുമായ KU വിജയൻ, ഹരിതശ്രീ കർഷക സംഘം പ്രസിഡന്റ് തങ്കപ്പൻ, പഞ്ചായത്ത് അംഗങ്ങളായ നിത അർജുനൻ, K വൃന്ദകുമാരി, ഹരിതശ്രീ കർഷക സംഘം അംഗം ശശി കാനാട്ട് എന്നിവർ സംസാരിച്ചു. പ്രത്യേകം ജില്ലാ പഞ്ചായത്തിന് വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയാണ്. പാടശേഖരത്തിൻ്റെ ശശിയൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര കണ്ട് മുന്നോട്ട് അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് വാക്കുകൾക്ക് അതീതമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ഇതിനോടുള്ള ആത്മസമർപ്പണവും ഒക്കെ തന്നെ. അപ്പോൾ എല്ലാ കർഷകരെയും അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് സന്തോഷപൂർവ്വം ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാം. നമ്മൾ ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് പല പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, മഴയുടെ പ്രശ്നം, ഫണ്ടിൻ്റെ പ്രശ്നം, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വന്നു. അതിനെല്ലാം അതിജീവിക്കേണ്ടി വന്നതുകൊണ്ടാണ് നമുക്ക് ഈ പദ്ധതി നാടിന് സമർപ്പിക്കാൻ അല്പം വൈകേണ്ടി വന്നത്. വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾക്ക് അറുതി വരുത്താൻ വിദ്യാർത്ഥികൾക്ക് റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കുറ്റുകാരൻ ഗ്രൂപ്പ്, SCMS ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഭാഗമായ SCMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. 100ഓളം വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന സുരക്ഷിത് മാർഗ് എന്ന ബൃഹത്തായ റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി PSHSS തിരുമുടിക്കുന്ന് സ്കൂളിൽ വെച്ച് നടത്തിയ ബോധവൽക്കരണ ക്ലാസ് കൊരട്ടി CI അമൃത് രംഗൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് അംഗം ബിജോയ് പെരേപ്പാടൻ, 9ാം വാർഡ് അംഗം ലിജോ ജോസ്, ഫോൺസി വർഗീസ്, നിഖില അശോക്, സ്കൂൾ റോഡ് സേഫ്റ്റി ഓഫീസർ CG ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ലോഗോ പ്രദർശനം ചാലക്കുടി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് നടത്തി. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു PC, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജു, സ്കൂൾ റോഡ് സേഫ്റ്റി കോർഡിനേറ്റർ CG ജോസ്, ലിയോ തെരേസ എന്നിവർ സന്നിഹിതരായിരുന്നു.
തുടർന്ന് 20ഓളം ക്ലാസുകൾ ഈ സ്കൂളിന്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. എന്തായാലും ഇതിൽ ഞാനൊരു അമ്മയും മകനും അച്ഛനും തമ്മിലുള്ള ബന്ധമാണ് അല്ലേ. നമ്മൾ ജീവിച്ചിരുന്നാലേ നമ്മൾക്ക് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് ഏറ്റവും സങ്കടകരം, അസുഖങ്ങൾ ആൾക്കാർക്ക് വരാം അല്ലേ, നമ്മൾ വിചാരിക്കാത്ത അസുഖങ്ങൾ വരാം. പക്ഷേ റോഡിൽ നടക്കുന്ന ആക്സിഡൻറ്റിൻ്റെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക്, ഒന്ന് ഹെൽമെറ്റ് ഉപയോഗിച്ചിരുന്നെങ്കിൽ, ഒന്ന് സ്പീഡ് കുറച്ചിരുന്നെങ്കിൽ, മദ്യപിക്കാതിരുന്നിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാം, ഒരു കുടുംബം രക്ഷിക്കാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിരപ്പള്ളി കല്ലാല എസ്റ്റേറ്റ് ഡിവിഷനിൽ കാട്ടാന ആക്രമണം. അതിരപ്പള്ളി കല്ലാല എസ്റ്റേറ്റ് ഡിവിഷനിൽ കാട്ടാന ആക്രമണം. 8ാം ബ്ലോക്കിൽ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. കെട്ടിടത്തിന്റെ വാതിലും ഭിത്തിയും തകർത്ത് അകത്തുകടന്ന ആന വലിയ നാശനഷ്ടമാണ് വരുത്തിയത്. വീട്ടിലെ പാത്രങ്ങൾ, വാഷിംഗ് മെഷീൻ, അലമാര, വസ്ത്രങ്ങൾ എന്നിവയും ആന നശിപ്പിച്ചു. ക്വാർട്ടേഴ്സിൽ രാത്രി ആൾ ഇല്ലാതിരുന്നതിനാൽ ആളപായം ഒഴിവായി. ഇതേ എസ്റ്റേറ്റിൽ കഴിഞ്ഞ ദിവസം പ്രസാദ് എന്ന തൊഴിലാളിയെ ആന ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,980 രൂപ, പവന് 63,840 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകരയിലെ അടച്ചിട്ട വീട്ടിലെ മോഷണം. ആകെ നഷ്ടപ്പെട്ടത് 8 പവൻ. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെയും കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ രോഗി ബന്ധു സംഗമം നടത്തി. പൗർണമിരാവിൽ ആറാട്ടുപുഴയിലെ മന്ദാരം കടവിൽ നിലാവുലി സംഗീത നിശ നടന്നു. അതിരപ്പള്ളി കല്ലാല എസ്റ്റേറ്റ് ഡിവിഷനിൽ കാട്ടാന ആക്രമണം. മുരിയാട് ഗ്രാമപഞ്ചായത്ത് 3ാം 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഹരിതാശ്രീ കോൾപ്പടവിലെ പമ്പ് ഹൗസും മോട്ടോറും നാടിന് സമർപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.